ഓക്കെ, now let's start. ഇനി ഹിസ്റ്ററി ക്വസ്റ്റ്യനകത്ത് ചില ട്രിക്സ് ഉണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. See this one. Which of the following statements, so very careful, in history questions you can find this type of words. എങ്ങനത്തെ? Accurately, perfectly, better explaining, ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് നമുക്ക് ഹിസ്റ്ററിയിൽ കാണാം. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ദോസ് വേർഡ്സ്. ഓക്കെ, കാരണം 4 ഓപ്ഷൻസും എന്തായിരിക്കാം? ശരിയായിരിക്കാം, ബട്ട് they are asking you which is the accurate one. Clear ആയോ? See now, listen this one. Which of the following statement accurately reflect the nature of the revolt of 1857? You know many things about 1857 revolt. Okay, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം പെട്ടെന്ന് നമ്മുടെ തലയിലേക്ക് ഒരു സാധനം ട്രിഗർ ആയിട്ടുണ്ടാവും. ഇപ്പോൾ 1857 റിവോൾട്ടിനെ പറ്റിയിട്ട്. Now you read, the revolt was solely against the British East India Company. Okay, yes, of course, അങ്ങനെയാണ് നമ്മുടെ തോട്ട് ആദ്യം നിൽക്കേണ്ടത്, എന്നിട്ട് അടുത്ത വായിക്കാവുള്ളൂ. ഓക്കെ, ക്യാൻ ബി ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ റിബല്യൻ അഡ്രസ്ഡ് ഗ്രേവൻസ്. ഹിസ്റ്ററി ക്വസ്റ്റ്യൻ എപ്പോഴും മൊത്തം ഓപ്ഷൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാവുള്ളൂ കേട്ടോ. നമുക്ക് ചിലത് വായിക്കുമ്പോൾ അത് ശരിയാണെന്നുള്ളൊരു പ്രിസംഷനിൽ നമ്മൾ അടുത്ത വായിക്കരുത്. ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ പറ്റുന്നൊരു അബദ്ധം അതാ. നമ്മുടെ ഏറ്റവും ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് എന്തെങ്കിലും ഒരു പറയുമ്പോഴത്തേക്ക് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ ദിസ് വൺ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രിസംഷൻ അങ്ങ് എടുക്കുക. ഓക്കെ, ദിസ് ഈസ് കറക്റ്റ്, അങ്ങനെ എടുക്കരുത്. ഫുൾ ഓപ്ഷൻ വായിച്ചിട്ട് വേണം ഹിസ്റ്ററി ആൻസർ ചെയ്യാൻ. ഓക്കെ, നൗ യു റീഡ് ദ സെക്കൻഡ് വൺ. ദ റിബല്യൻ അഡ്രസ്ഡ് ഗ്രേവൻസ്. തെറ്റാണ് 100%. ഇഫ് ഇറ്റ് ഇസ് 100% റോങ്, അത് മാർക്ക് ചെയ്തു. ശരിയാണെന്ന് ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ അത് ശരിയെന്ന് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് യു ഷുഡ് കൺസിഡർ അതർ. ഇഫ് ഇറ്റ് ഈസ് റോങ് ദെൻ യു ഷുഡ് മാർക്ക് ഇറ്റ് ആസ് റോങ്. പക്ഷേ അതെന്താണ്? കംപ്ലീറ്റ്ലി റോങ് ആണ് എന്ന് ഉറപ്പുണ്ടാവണം. ഓക്കെ, ദ റിവോൾട്ട് വാസ് സോൾലി അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ. കാൻ യു മേക്ക് ഇറ്റ് റോങ്? സോൾലി വേർഡ് അവിടെ കേട്ടോ, റിപ്ലൈ അവിടെ കേട്ടോ. ഓക്കെ ഓക്കെ, അല്ലാതെ വേർഡൊക്കെ നമ്മൾ ലാസ്റ്റ് ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ റിബല്യൻ അഡ്രസ് ഗ്രീവൻസ് അഗെയിൻസ്റ്റ് ലോക്കൽ മണി ലെൻഡേഴ്സ്. സിപ്പായി യൂണിറ്റ്സ് ഓപ്പറേറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് എനി കോർഡിനേഷൻ. Majority of the Indian territories participated. See, out of this one statement is definitely wrong. 1850, if you have basic clarity about 1857 revolt, you can say this statement is wrong. Why? Because that was one of the drawback of 1857 revolt. It's limited to some areas only. It's not an entire revolt. Okay, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക്. സോ ആ ഒരു ബേസിക് ക്ലാരിറ്റി ഉണ്ട്. യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ നമ്പർ ഡി. ആൻഡ് now see, revolt was solely against, so it is saying the solely, it is not solely against British East India Company alla alle. So പലരും പല ആവശ്യങ്ങൾക്കല്ലേ റിവോൾട്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സെക്കൻഡ് വൺ, ദ റിബല്യൻ അഡ്രസ്ഡ് ഗ്രീവൻസസ്. യെസ്, ദാറ്റ്സ് ശരിയല്ലേ? അപ്പോൾ ആ റിബല്യനകത്ത് എന്തുണ്ടായിരുന്നു? ഇറ്റ് ഇൻക്ലൂഡഡ് ഗ്രീവൻസസ് അഗെയിൻസ്റ്റ് ലോക്കൽ മണി ലെൻഡേഴ്സ് ആൻഡ് ദ വെൽത്തി. ഓക്കെ, സിപ്പായി യൂണിറ്റ്സ് ഓപ്പറേറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി വിതൗട്ട് എനി കോർഡിനേഷൻ. ദാറ്റ് ഈസ് റോങ്. You can't say it is without any coordination. There are some kind of coordination. Okay, now you see which are the extreme statements in this statement, this question. It is saying something extreme. It is only against British East India Company. Na parayna, which means it is not against anything other. It's against local money lenders also who charge high rent from the peasants. Such things are also there. ബ്രിട്ടീഷ് ഈസ്റ്റ് കമ്പനിയാണ്. ഓക്കെ, ബട്ട് ദ വേർഡ് സോൾലി, അതാണ് അവിടുത്തെ പ്രശ്നം. ഓക്കെ, നൗ ആൻസർ ഈസ് ബി. മനസ്സിലായോ? ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഈ ഡൗട്ട് നമുക്ക് എക്സാം ഹോളിൽ ഉണ്ടാവും. ഡോണ്ട് ഓവർ തിങ്ക്. നിങ്ങൾ രണ്ടുപേരും ചെയ്തതാണ്. ഡോണ്ട് ഓവർ തിങ്ക്. ടേക്ക് ആൻ ഓപ്ഷൻ വിച്ച് ഈസ് വെരി കൺവീനിയൻറ്റ് ഫോർ യു. എന്ന് വെച്ചാൽ വളരെ ജനറൽ ആയിട്ട് തോന്നുന്നത് ഏതാണ്? ഇതല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രീം ആയിട്ട് കാണാമോ? സെയിങ് വെരി ജനറൽ തിങ്. റിബല്യൻ അഡ്രസ്ഡ് ഗ്രീവൻസസ് അഗെയിൻസ്റ്റ് ലോക്കൽ money lenders. Okay, that's how you can solve this question. The answer endana? B. The success, this one, see, very careful. You can again apply your logic. How many of the above factors led to the launch of non-cooperation movement? That is your question. So non-cooperation movement, another important theme, very important. What is the background of this? What happened after non-cooperation movement? Okay, so the Khilafat non-cooperation movement linkage, that is very important. Okay, so Hindu-Muslim unity about this non-cooperation movement, who are the leaders, they are very important. And what is Chauri Chaura incident and what happened after Chauri Chaura incident, very important themes on history. So you should have perfect clarity about these things. It's very important. Okay, now listen this. How many of the above factors led to the launch of NCM?
ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അതായത് മുകളിൽ തന്നിരിക്കുന്നതിൽ എന്തൊക്കെയാണ് NCMലേക്ക് വഴിവെച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആരും ഇതൊന്നും ഇങ്ങനെ കാണാതെ പഠിച്ചിട്ടല്ല പോവുക. ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നത്? ഫ്രം അവർ ബ്രെയിൻ, ഫ്രം അവർ തിങ്കിങ്. ഓക്കെ, നൗ സി സക്സസ് ഓഫ് ദ റൗലറ്റ് സത്യാഗ്രഹ. യു മൈറ്റ് ഹാവ് സീൻ ദിസ് ഓപ്ഷൻ ആസ് റോങ്. തെറ്റായിട്ട് എടുത്തവരുണ്ടോ? നിങ്ങൾ കരുതുന്നില്ല റൗലറ്റ് സത്യാഗ്രഹ ഈസ് ഇറ്റ് എ സക്സസ് ഓർ ഫെയിലിയർ? റൗലറ്റ് സത്യാഗ്രഹ ഈസ് എ സക്സസ് അല്ലേ? ക്ലിയർ അല്ലേ? ആൻഡ് ദാറ്റ് ഈസ് ഓക്കെ, അതൊരു കാരണമാണ്. സോ ഇറ്റ് ഗീവ്സ് കറേജ്, കോൺഫിഡൻസ് ടു ലോഞ്ച് അനദർ മാസ് മൂവ്മെന്റ് ഇൻ അവർ കൺട്രി. നെക്സ്റ്റ് വൺ, ആൻഡ് ഫോളോഡ് ബൈ ദാറ്റ് എന്താ ജാലിയൻ വാല ബാഗ് മാസ്കർ ഉണ്ടായത് കറക്റ്റാണ്. ബട്ട് റൗലറ്റ് സത്യാഗ്രഹ വി കാനോട്ട് സേ ഇറ്റ് ഈസ് എ ഫെയിലിയർ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ്സ് എ ഫസ്റ്റ് എന്താ പറയുക ഫസ്റ്റ് മാസ് സത്യാഗ്രഹ ഓർഗനൈസ്ഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, എനിവൺ ഹിയർ ഹിസ്റ്ററി ഓപ്ഷണൽ? Okay, and I am expecting you people know more than me. അല്ലേ? നോക്കാം. The alliance with the Khilafat movement. Arrest of Gandhi. After non-cooperation movement, Gandhi arrested. Okay. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഉണ്ടാവാനുള്ള കാരണം ഗാന്ധിജി അറസ്റ്റ് ചെയ്തതാണോ? No. Nothing happened like that. Okay. So what is your answer? B. Only 2. The success of Rowlatt Satyagraha. So how many of you are wrong? Wrong. ഏതാ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് വിചാരിച്ചോ? ഗാന്ധിജി അറസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചോ? ഓക്കെ, കിട്ടിയില്ല, ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, എങ്ങനെയാണെന്ന് മനസ്സിലായോ? സോ യു ആർ നോട്ട് ഗോയിങ് ടു സ്റ്റഡി ദിസ്. ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന്റെ കാരണം ഇതൊക്കെയാണെന്ന് പഠിച്ചിട്ട് പോകാൻ പറ്റുമൊന്നുമില്ല. യു ജസ്റ്റ് റീഡ് ദാറ്റ്, ഹാവ് എ ക്ലാരിറ്റി അബൌട്ട് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. നിങ്ങൾക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റുന്ന എന്തൊക്കെയായിരിക്കും? നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഇയർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ യു ആർ ദ ലീഡേഴ്സ്. ബട്ട് അതർ തിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് എ സ്റ്റോറി ഇൻസൈഡ് യു. അതാണ് വേണ്ടത്. ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ഷുഡ് ബി ലൈക്ക് എ സ്റ്റോറി, ഷുഡ് റിമെയിൻ ഇറ്റ് ലൈക്ക് എ സ്റ്റോറി. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വൺ, which of the following correctly describe the efforts to spread the Indian national movement? Okay, so Indian national movement spread ആവാനുള്ള കാരണത്തെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. So how you are going to read the statements? Prajamandals were established to propagate nationalist ideas within princely state. Can be a reason, can be. Wait, okay, തെറ്റെന്തെങ്കിലും തോന്നുന്നുണ്ടോ അതിൽ? Anything wrong there? ഇല്ല. The Indian National Congress organized its provincial committees based on geographical boundaries of British India. Can you find any mistake there? വായിച്ചപ്പോൾ തോന്നിയില്ല. But always remember there is an important fact on the basis of linguistic barrier. It's not on the basis of geographical barrier. Okay, അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. പക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. ഇപ്പൊ കേട്ടല്ലോ. Okay, place it. Now, Prajamandals focused on fostering economic reforms in urban areas. Can be എന്ന് നിങ്ങൾക്ക് തോന്നാം. വെയിറ്റ്, അറിയില്ലെന്നെങ്കിലുള്ളതാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുക. ഓക്കെ, ദർ ഇസ് നത്തിങ് റോങ്. അടുത്ത്, ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇൻക്ലൂഡ് എഫേർട്സ് ടു ബ്രിങ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ റീജിയൻസ് അണ്ടർ എ കോമൺ കോസ്. അപ്പൊ ഇതിനകത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തെറ്റല്ല, എല്ലാം നിങ്ങളുടെ ആൻസർ ആണ് അല്ലേ? നൗ മൈ ക്വസ്റ്റ്യൻ ടു യു ഈസ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ്. ഓക്കെ, ഇതിൽ ഏറ്റവും കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? ആൻഡ് ഇഫ് ഐ ആം ആസ്കിങ് യു ടു സെലക്ട് വൺ, വാട്ട് വിൽ യു സെലക്ട്? നിങ്ങൾ പറഞ്ഞു കീ എന്ന് മാറ്റി വെക്കണം എല്ലാവരും നിങ്ങളുടെ കയ്യിൽ. കീ ഇല്ല അല്ലേ? ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും ആൻസർ അറിയില്ലല്ലോ, ഞാൻ പറയുന്നില്ലേ നിങ്ങൾക്ക് ആൻസർ. ഓക്കെ, ഇഫ് ഐ ആം ആസ്കിങ് യു ടു സെലക്ട് വൺ, വാട്ട് വിൽ യു ചൂസ്? ബി. ഓക്കെ, എനി അതർ ആൻസർ? എ. ഓക്കെ, ബിയും ഡിയും കൂടെ, ബിക്ക് ബോട്ടെന്നും ഡിക്ക് ഡോഗ് എന്നും പറയണം. ഡിയോ? ഡി, ഡോഗ്. ശരി, എന്തുകൊണ്ടാണ് ബി എടുത്തത്? ദിസ് ഈസ് ഹൗ യു ക്യാൻ കറക്റ്റ് യുവർ മിസ്റ്റേക്ക്. യെസ്, അത് പൊതുവെ എല്ലാവർക്കും തോന്നും. ഓക്കെ, കാരണം ശരിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓർഗനൈസ്ഡ് ഇറ്റ്സ് പ്രൊവിൻഷ്യൽ കമ്മിറ്റീസ് ബേസ്ഡ് ഓൺ. പക്ഷേ ഡു യു തിങ്ക് ദാറ്റ് ജോഗ്രഫിക്കൽ ബൗണ്ടറി, ബ്രിട്ടീഷ് ഇന്ത്യ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറീസിനകത്ത് തന്നെ അവർ തുടങ്ങുമോ അങ്ങനെ പ്രൊവിൻഷ്യൽ കമ്മിറ്റീസ്? ആർക്ക്? അവർക്ക്. സോ വാട്ട് അബൌട്ട് ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ എന്താണ്? സോ വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അബൌട്ട് ഇന്ത്യ? ദാറ്റ് ഇന്ത്യൻ സൊസൈറ്റി ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കകത്ത് തന്നെ പലതരത്തിലുള്ള ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ എന്താ പറയുക കൾച്ചറൽ ഡിഫറൻസ് ഈസ് ദെയർ, ലിംഗ്വിസ്റ്റിക് ഡിഫറൻസ് ഈസ് ദെയർ. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ
to organize Indian National Congress അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രൊവിൻഷ്യൽ കമ്മിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ജോഗ്രഫിക്കൽ ബൗണ്ടറീസ്. അത് എടുത്തതിൽ തെറ്റില്ല. എയ്തർ യു ടേക്ക് ബി ഓർ എ, അതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. ബി എടുത്തെങ്കിൽ തെറ്റൊന്നുമല്ല, പക്ഷേ ദർ ഇസ് എ സ്മോൾ കൈൻഡ് ഓഫ് തോട്ട് പ്രോസസ് ദാറ്റ് യു ഹാവ് ടു ചേഞ്ച്. സി, ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എയിൽ പ്രജാമണ്ഡൽസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊപ്പഗേറ്റ് നാഷണലിസ്റ്റ് ഐഡിയാസ് വിത്തിൻ പ്രിൻസ്ലി സ്റ്റേറ്റ്. ശരിയല്ലേ? പ്രജാമണ്ഡൽസ് എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്? പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ. ആൻഡ് ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് എ മിസ്റ്റേക്ക് ഹിയർ? See, urban areas in the promoting nationalist sentiments. It's not for എന്താണ് എക്കണോമിക് റിഫോംസിന് വേണ്ടിയിട്ടാണോ? കോൺഗ്രസിന്റെ ഒക്കെ അല്ലേ പ്രജാമണ്ഡൽസ്? സോ അത് ഒരിക്കലും എക്കണോമിക് റിഫോംസിന് വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. ഓക്കെ, യുവർ ആൻസർ ഈസ് എ. either you should take A or B. ഓക്കെ, ഇനി ബി കുറച്ചും കൂടി ക്ലാരിറ്റി വേണം. Initial time, Indian National Congress provincial committees were on the basis of linguistic boundaries. Okay. See, it can be a reason, പക്ഷേ not correctly describing it. Non-cooperation movement included efforts to bring linguistic and cultural legends under a common cause. പക്ഷേ we cannot say that it is the correct one to explain that. Okay. If you compare A and D, which one will you take? അങ്ങനെയാണ് കേട്ടോ. ഈ കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു എലിമിനേറ്റ് വൺ ഫസ്റ്റ്. അപ്പം നമുക്ക് വി വിൽ ലെഫ്റ്റ് ടു ഓർ ത്രീ ഓപ്ഷൻസ്. ദെൻ യു ഹാവ് ടു ചൂസ് വിച്ച് വൺ കറക്റ്റ്ലി. സംടൈംസ് ഇറ്റ് ഈസ് റോങ്, സംടൈംസ് ഇറ്റ് ഈസ് റൈറ്റ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബേസ്ഡ് അപ്പോൺ യുവർ ലക്ക്. ഓക്കെ, this is very important. I think around more than 2 or 3 times they have asked about what? Gandhi-Irwin Pact. Okay. So, calling off of civil disobedience, that is of course, that is the reason for that. Okay. That we agreed also. Political independence for independence. Political independence for Indians. Do they give any political independence for Indians that they can freedom of speech, freedom of expression? അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഫ്രീഡം മീൻസ് വാട്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെ എന്തെങ്കിലും കൊടുത്തിരുന്നോ? ഇല്ല. അപ്പോൾ റിലീസ് ഓഫ് ഓൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. വാട്ട് അബൌട്ട് ഭഗത് സിംഗ് ഒക്കെ ഉണ്ടാവും. ബട്ട് ഗാന്ധി ഇർവിൻ പാക്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് റിലീസ് ഓഫ് ഓൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ താഴെ എഗ്രി ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നിട്ടുള്ളത്. എന്താണ്? അവരെ എന്താ പറയുക, ഹാങ് ചെയ്യുന്നതിനകത്ത് എഗ്രി ചെയ്തില്ല. അതൊരു സെപ്പറേറ്റ് ആണ്. ദേ ആർ നോട്ട് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. അങ്ങനെയല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ പാക്ട്, ആ പാക്ട് നിങ്ങൾ എടുത്ത് നോക്കുക. ഇൻ ദ NCERT ഓൾസോ ദ വേർഡ് ഈസ് വാട്ട്? റിലീസ് ഓഫ് ഓൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. Okay. Now, salt manufacturing along the coast. Yes, that is positive thing. Okay. So your answer is 1, 3, 4. ചിലവർ റിലീസ് ഓഫ് ഓൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് തെറ്റാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ബട്ട് അതൊരു പാക്റ്റ് ആണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിസ് ഇസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് ഇർവിൻ. അപ്പോൾ ആ പാക്റ്റിൽ കൃത്യമായിട്ട് അത് എന്തൊക്കെ ഷെഡ്യൂൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, യു ഷുഡ് സ്റ്റഡി ദാറ്റ്. ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് വാട്ട് ദേ നോട്ട് എഗ്രീഡ് അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ താഴെ നമുക്ക് പഠിക്കാനുണ്ട്. അതങ്ങ് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ അറിയണം കേട്ടോ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. ഗാഗിങ് ആക്ട് ഏതാ? വെർണാക്കുലർ പ്രസ് ആക്ട്. സോ വെർണാക്കുലർ പ്രസ് ആക്ട് ആ ഒരു സമയമുണ്ടല്ലോ, 1875-നും 1880-യുടെ ഇടയിൽ കുറച്ച് ആക്ടുകൾ വന്നിട്ടുണ്ട്. വെർണാക്കുലർ പ്രസ് ആക്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ആംസ് ആക്ട് ഈസ് അനദർ വൺ. അപ്പോൾ ഇത് ആരാണ് കൊണ്ടുവന്നത്? ആരാ? ലിറ്റൺ ആണ്. അത് നിങ്ങൾ പഠിക്കണം. സോ വാട്ട് ഈസ് ഇറ്റ് അബൌട്ട്? അതുകൂടി ഒന്ന് അറിയാം കേട്ടോ. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം എന്ത് സംഭവിച്ചു? ദിസ് വൺ, അനദർ വൺ, ദിസ് ഈസ് തെലങ്കാന മൂവ്മെന്റ്, ദീസ് ആർ പെസന്റ് റിവോൾട്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ശരിയാണേ. ഇങ്ങനെ ചോദിക്കുമ്പോഴേ എല്ലാവരും ഒന്ന് ലിസൺ ചെയ്തേ. ഹൗ മെനി ഓഫ് ദ എബോവ് ആർ പോസിറ്റീവ് അച്ചീവ്മെന്റ്സ് ഓഫ് ദ തെലങ്കാന മൂവ്മെന്റ്? ആ ക്വസ്റ്റ്യനിൽ തന്നെ ചോദിക്കുന്ന കാര്യമുണ്ട്. പോസിറ്റീവ് അച്ചീവ്മെന്റ്സ് ആണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് പോസിറ്റീവ് എന്ന് നോക്കിക്കേ. എലിമിനേഷൻ ഓഫ് വേദി ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, അതൊരു പോസിറ്റീവ് കാര്യമല്ലേ? അറിയില്ലെങ്കിൽ അങ്ങനെ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ വേജസ്, പോസിറ്റീവ് അല്ലേ? ദെൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് ലാൻഡ് സീലിംഗ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്, ഓക്കെ അല്ലേ? ദെൻ ഇംപ്രൂവ്മെന്റ് ഇൻ ഇറിഗേഷൻ, ഇതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ തെലങ്കാന മൂവ്മെന്റിനെ പറ്റി? ഇല്ല. അപ്പൊ ഇതിന് ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും? ഡി. അങ്ങനെ അല്ലാതെ എന്തെങ്കിലും ചെയ്തവരുണ്ടോ? ആലോചിച്ച് വഷളാക്കിയ ആരെങ്കിലും ഉണ്ടോ? അതിനെ കുളമാക്കിയവരുണ്ടോ? സ്കിപ്പ് ചെയ്യരുത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? സി, ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 50 എണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ അറ്റ് ദ എൻഡ്.
നമ്മൾ അങ്ങനെ നിന്ന്, അങ്ങനെയാണ് UPSC ക്വസ്റ്റ്യൻ പേപ്പർ. 50 എണ്ണം ചെയ്താൽ യു ആർ നോട്ട് ഗോയിങ് ടു ക്ലിയർ. 50 എണ്ണം ചെയ്താൽ 50 ശരിയായിരിക്കണം. അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അറ്റൻഡ് ചെയ്യാതിരുന്ന, അങ്ങനെ അറ്റൻഡ് ചെയ്യാതാണെങ്കിൽ എത്ര എണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ആദ്യം നിങ്ങളൊക്കെ എത്ര ഇവിടെ അറ്റൻഡ് ചെയ്യുക? കുട്ടി എത്ര ആയിരുന്നു ആദ്യം അറ്റൻഡ് ചെയ്ത് ആദ്യത്തെ എക്സാമിന്? ഇപ്പോൾ കുറച്ച് അത് ഞാൻ നിനക്കൊരു സ്ട്രാറ്റജി പറഞ്ഞുകൊണ്ടല്ലേ? ഓക്കെ, ശരി, അങ്ങനെ തന്നെ ഓട്ടോ വണ്ടി. പിന്നെ ആദ്യം വളരെ കുറച്ച്, അതായത് 50-ൽ താഴെ ചെയ്ത ആരെങ്കിലും ഉണ്ടോ ആദ്യം? ഇപ്പോൾ എത്ര എണ്ണം ചെയ്യുന്നുണ്ട്? 7. അതെങ്ങനെയുണ്ട്? തെറ്റ് കൂടുന്നുണ്ടല്ലോ അതുകൊണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അത് നോളജ് ഇല്ല. നിങ്ങളുടെ നോളജ് ഇമ്പ്രൂവ് ആവുന്നതനുസരിച്ചാണ് നിങ്ങളുടെ തെറ്റ് കുറയുന്നത് എന്ന് കരുതി അറ്റൻഡ് നിങ്ങളിപ്പോൾ കുറയ്ക്കണ്ട. കാരണം ഇത് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്രാക്ടീസ്. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടന്റ് കയറുന്നതനുസരിച്ച് തെറ്റ് കുറയും. അറ്റ് ദ എൻഡ് യു ഹാവ് ടു ഫേസ് ഓൺലി 100 ക്വസ്റ്റ്യൻ. ഓക്കെ, 3800 ക്വസ്റ്റ്യൻ മിനിമം കണ്ടിട്ടാണ് നിങ്ങൾ 100 ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതെന്ന് ഓർമ്മ വേണം. ക്ലിയർ ആയോ? അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ ഓരോരുത്തരും. ആരെങ്കിലും താഴോട്ട് പോകുന്നവർ തോന്നുന്നുണ്ടെങ്കിൽ, ഇനി മുതൽ താഴോട്ട് പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മനഃപൂർവ്വം തോന്നലുണ്ട്, അതല്ല, വിസിബിൾ ആയിട്ടും ക്രെഡിബിൾ ആയിട്ടും വിത്ത് ഡേറ്റ കാണിക്കണം. സാറേ ഞാൻ ആദ്യത്തെ ടെസ്റ്റ് ഇങ്ങനെ ആയിരുന്നു, അടുത്ത ടെസ്റ്റ് ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ തോന്നുന്നവർ എന്നെ അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ ഗിവ് യു 1 hour എക്സ്ട്രാ. ആഫ്റ്റർ ദ ക്ലാസ് ഐ വിൽ സിറ്റ്. ഓക്കെ, നിങ്ങൾ വന്ന് എന്നോട് പറയണം. ഓക്കെ, ശരി. അപ്പോൾ ഇത് മനസ്സിലായോ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന്? അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇനി വരുമ്പോൾ ഈ അറ്റൻഡ് ചെയ്ത് നോക്കണം. ഇത് ഒരിക്കലും നമുക്ക് ഒരു വട്ടം കണ്ടു കേട്ടു എന്നുകൊണ്ട് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ചെയ്യില്ല. അവിടെയാണ് എൻ്റെ പ്രശ്നം. ഫൈനൽ എക്സാമിന് നമ്മൾ ചെയ്യില്ല. അപ്പം എങ്ങനെ അതിന് കൃത്യമായി പറയുന്നത് വെച്ചാൽ, നമ്മൾ നന്നായിട്ട്, നമുക്ക് ഒരു ഗെയിം കളിക്കാൻ നന്നായിട്ട് അറിയില്ല, പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റ് വരികയാണ്, നമ്മൾ പോകും ഇല്ല. പക്ഷെ അതിനു മുമ്പ് എല്ലാവരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, എന്താ, ഇങ്ങനെയല്ല, നീ അതിലേക്ക് ഇറങ്ങണം, അല്ലെ പോട്ടെ ഡാൻസ് കളിക്കാൻ പറയുകയാണ് നമ്മളോട്. പക്ഷെ ഫൈനൽ പെർഫോമൻസിന് സ്റ്റേജാണ്, ബിഗ് ഓഡിയൻസ് ഇരിക്കുകയാണ്, ഇതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, നമ്മൾ അന്ന് കയറുമോ? ഇല്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് UPSC എക്സാമുകളിൽ ചെന്ന് കയറാൻ പോകുന്നത്? ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തപ്പോൾ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ തെറ്റിക്കോട്ടെ, പക്ഷെ കുറച്ച് കഴിയുമ്പം നിങ്ങൾക്കൊരു കറേജ് കിട്ടും, നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുള്ളതിനകത്താണ് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന്. കിട്ടിയോ? അപ്പോൾ ഈ സ്കിപ്പ് ചെയ്യുന്ന പരിപാടി പലർക്കും ഉണ്ട്. ആൻഡ് ഐ കോൾ ഇറ്റ് ആസ് എസ്കേപ്പ്, ഇറ്റ് ഈസ് നോട്ട് സ്കിപ്പ്. ക്ലിയർ ആയല്ലോ? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട്, റാലെ കമ്മീഷൻ, ഇതൊക്കെ അറിയേണ്ട ഫാക്ട്സ് ആണ് കേട്ടോ. ഇവിടുന്ന് പഠിക്കുക. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904, ആര്യ വൈസ്രോയി കഴ്സൺ, അതെന്തായിരുന്നു എന്നുള്ളത് പഠിക്കുക. ആൻഡ് ദെൻ യു നീഡ് ആൻ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് റാലെ കമ്മീഷൻ. 25, ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ് കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനക്സേഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണ് അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. നല്ല രസമാണ് കഥ. എങ്ങനെയാണ് ഇന്ത്യ ഫുൾ അവർ അനക്സ് ചെയ്ത് അവരുടെ കൺട്രോളിലാക്കിയെന്ന് അറിയണം. സോ ദിസ് കണ്ടോ, ഇത് നമ്മുടെ സിന്ധ് എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് അനക്സ് ചെയ്യാനുള്ള കാര്യം എന്താ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. അതിൻ്റെ പ്രധാന കാരണം രണ്ടാമത്തെയാണ്, അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താ? ദ ബ്രിട്ടീഷ് ഫിയർഡ് ദാറ്റ് റഷ്യ മൈറ്റ് അറ്റാക്ക് ഇന്ത്യ ത്രൂ വെസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ പ്രോംപ്റ്റിംഗ് ദെയർ ഇൻട്രസ്റ്റ്. അതാണ് അതിൻ്റെ കാരണം. ബ്രിട്ടീഷുകാർക്കൊരു ഫിയർ ഉണ്ടായിരുന്നു, റഷ്യ എന്ത് ചെയ്യും, അവിടെ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ ചാൾസ് ജെയിംസ് നാപ്പിയർ പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ അനക്സേഷൻ ഓഫ് സിന്ധ്. അത് ശരിയാണ്, അതെല്ലാം ശരിയാണ് കേട്ടോ. 25D. ഇതൊന്നും അറിയണേ. ദിസ് വൺ, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റിന്റെ ഇത് കണ്ടോ, യങ് ബംഗാൾ മൂവ്മെന്റ് 1820s. അതൊന്നും അറിയണം. ദെൻ പ്രാർത്ഥന സമാജ് 1875 65 75 1867, സോറി, ആത്മാറാം പാണ്ഡുരൻ, അതൊന്നും അറിയണം. ആര്യ സമാജോ 75, രാമകൃഷ്ണ മിഷൻ 1897. ഓക്കെ, സോ ദാറ്റ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യങ് ബംഗാൾ മൂവ്മെന്റ് ഇസ് ദ ഏർലിയസ്റ്റ്. ആരായിരുന്നു, എന്തായിരുന്നു ആരുടെ പേര്? ഹെൻറി വിവിയൻ ഡെറോസിയോ. Okay, that is very important. Again, ഇതിൻ്റെ ആൻസർ എന്തോ നോക്ക്, ട്രൈ ചെയ്. ട്രൈബൽ അപ്രൈസിങ്സിന്റെ കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയില്ല, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. സോ ഹൗ വി ആർ ഗോയിങ് ടു അറ്റൻഡ് ദിസ് ക്വസ്റ്റ്യൻ? റെസ്ട്രിക്ഷൻ ഓൺ റൈറ്റ്. യെസ്, അവർ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ട്രൈബൽ റിബല്യനെ പറ്റിയിട്ടല്ല, ഇന്ത്യയിൽ എവിടെയൊക്കെ ട്രൈബൽ റിബല്യൻസ് ഉണ്ടോ അത് എല്ലാത്തിനെയും കൂടി കണക്ട് ചെയ്യുന്ന ചോദ്യമാണ്. റെസ്ട്രിക്റ്റിംഗ് ഡൊമസ്റ്റിക് പ്രിപ്പറേഷൻ ഓഫ് ടോഡി, ലാർജ് സ്കെയിൽ അൺഎംപ്ലോയ്മെന്റ്. സോ വാട്ട് ഈസ് ദ ആൻസർ? ഡി. എന്തെങ്കിലും ഡൗട്ട് അവിടെ വരേണ്ട കാര്യമുണ്ടോ?
അതാണ് തെറ്റിക്കരുത്, അതൊന്നും ചുമ്മാ ഓവർ തിങ്ക് ചെയ്യരുത് അവിടെ ഒക്കെ പോയി. അപ്പൊ അവിടെ അല്ല ആ ക്വസ്റ്റ്യൻ ഇട്ട ആൾ അവിടെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾ അവിടെ ആ പോയിന്റ് ഉണ്ടോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇനി ഏതെങ്കിലും ക്രിട്ടിക്കൽ അവസ്ഥയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ എന്നാലും ഒരു നോർമൽ രീതിയിൽ ഈ സാധനം ഇവിടെ വരുമോ എന്ന് ആലോചിച്ചാൽ മതി. സോ ട്രൈബൽസിന്റെ ഇടയിൽ ലാർജ് സ്കെയിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നേ, അത് അവരുടെ റീസൺ അല്ലേ. അതെങ്ങനെ തെറ്റുന്നേ? സിയോ അങ്ങനെയല്ല, ട്രൈബൽസിന്റെ ഏറ്റവും കൺസിഡർ ഇറ്റ് ആസ് എ മെഡിസിൻ. ഇപ്പോഴും ഉണ്ടത് പല ട്രൈബ്സിന്റെ ഇടയിൽ. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിലൊക്കെ ഉള്ള ട്രൈബ്സ് ചില പ്രത്യേകതരം ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് അവർക്ക്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇടയ്ക്കൊക്കെ ആർട്ടിക്കിൾസിലൊക്കെ വരും. ഓക്കെ, ദിസ് വൺ